أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واكتب لنا في هذه الدنيا حسنة وفي الآخرة إنا هدنا إليك. قال عذابي أصيب به من أشاء ورحمتي وسعت كل شيء فسأكتبها للذين يتقون ويؤتون الزكاة والذين هم بآياتنا يؤمنون. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه أولئك هم المفلحون. قل يا أيها الناس إني رسول الله إليكم جميعا الذي له ملك السماوات والأرض لا إله إلا هو يحيي ويميت. فآمنوا بالله ورسوله النبي الأمي الذي يؤمن بالله وكلماته واتبعوه لعلكم تهتدون. ومن قوم موسى أمة يهدون بالحق وبه يعدلون. وقطعناهم 12 أسباطا أمما وأوحينا إلى موسى إذ استسقاه قومه أن اضرب بعصاك الحجر فانبجست منه 12 عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون. وإذ قيل لهم اسكنوا هذه القرية وكلوا منها حيث شئتم وقولوا حطة وادخلوا الباب سجدا نغفر لكم خطيئاتكم سنزيد المحسنين. فبدل الذين ظلموا منهم قولا غير الذي قيل لهم فأرسلنا عليهم رجزا من السماء بما كانوا يظلمون. واسألهم عن القرية التي كانت حاضرة البحر
إذ يعدون في السبت إذ تأتيهم حيتانهم يوم سبتهم شرعا ويوم لا يسبتون لا تأتيهم كذلك نبلوهم بما كانوا يفسقون وإذ قالت أمة منهم لم تعظون قوما الله مهلكهم أو معذبهم عذابا شديدا قالوا معذرة إلى ربكم ولعلهم يتقون فلما نسوا ما ذكروا به أنجينا الذين ينهون عن السوء وأخذنا الذين ظلموا بعذاب بئيس بما كانوا يفسقون فلما عتوا عما نهوا عنه قلنا لهم كونوا قردة خاسئين وإذ تأذن ربك ليبعثن عليهم إلى يوم القيامة من يسومهم سوء العذاب إن ربك لسريع العقاب وإنه لغفور رحيم وقطعناهم في الأرض أمما منهم الصالحون ومنهم دون ذلك وبلوناهم بالحسنات والسيئات لعلهم يرجعون فخلف من بعدهم خلف ورثوا الكتاب يأخذون عرض هذا الأدنى ويقولون سيغفر لنا وإن يأتهم عرض مثله يأخذوه ألم يؤخذ عليهم ميثاق الكتاب ألا يقولوا على الله إلا الحق ودرسوا ما فيه والدار الآخرة خير للذين يتقون أفلا تعقلون والذين يمسكون بالكتاب وأقاموا الصلاة إنا لا نضيع أجر المصلحين صدق الله العلي العظيم. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഓതിയ ഖിറാഅത്ത് നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പവിത്രമായ ഈ വെള്ളിയാഴ്ച ദിവസം അള്ളാഹു സുബ്ഹാനഹു വ തആല വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ കഹ്ഫ് അതുപോലെ തന്നെ മറ്റുള്ള സ്വലാത്ത്, ദിക്ർ, തഹ്ലീൽ, ഇസ്തിഗ്ഫാർ ഒക്കെ അധികരിപ്പിക്കാനുള്ള സാഹചര്യം സന്മനസ്സും അള്ളാഹു തആല നമുക്കൊക്കെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദിവസത്തിൻ്റെ ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളെല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ പലരും പല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. റഹ്മാനെ റബ്ബെ എല്ലാ ഉദ്ദേശങ്ങളും അറിയുന്ന റഹ്മാനെ റബ്ബെ നീ പൂർത്തീകരിച്ച് നൽകണം. റഹ്മാനെ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണം. റഹ്മാനെ പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത് റഹ്മാനെ റബ്ബെ ഇബാദത്തുകൾ മുടങ്ങുന്ന പല വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. റഹ്മാനെ റബ്ബെ അതൊക്കെ മുടങ്ങുന്ന രൂപത്തിലുള്ള ഒരു പ്രയാസവും ബുദ്ധിമുട്ടും നീ ഞങ്ങൾക്കാർക്കും നീ നൽകല്ല. റഹ്മാനെ റബ്ബെ കൃത്യമായി നിസ്കരിക്കാൻ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ, ദിക്റുകൾ ചൊല്ലാൻ റഹ്മാനെ റബ്ബെ ഒരു പ്രയാസവും മടിയും ഇല്ലാതെ നല്ല തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി നിർവഹിക്കാനുള്ള തൗഫീഖ് നീ നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അർഹമുർ റഹീമായ റഹ്മാനെ റബ്ബെ ഈ പവിത്രമായ വെള്ളിയാഴ്ച ദിവസം
ഈ ദിവസം റഹ്മാനെ റബ്ബേ, ഈ ദിവസത്തിൻ്റെ പോരിശ കൊണ്ട് ഞങ്ങളെ എല്ലാവിധ രോഗങ്ങളും നീ പരിപൂർണമായിട്ടും ശിഫയാക്കണേ അല്ലാഹ്. ആജിലായ കാമിലായ ശിഫ നൽകണേ റഹ്മാനെ. സാമ്പത്തികമായ പ്രയാസമുള്ളവർ, ശാരീരികമായ മാനസികമായ പൈശാചികമായ പ്രയാസമുള്ളവർ റഹ്മാനെ റബ്ബേ, എല്ലാ പ്രയാസങ്ങളിൽ നീ മുക്തി നൽകണ റഹ്മാനെ. നീ മോചനം നൽകണ റഹ്മാനെ, നീ മോചനം നൽകണ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ട എല്ലാവർക്കും നീ റാഹത്ത് നൽകണ റഹ്മാനെ, മഹബ്ബത്ത് നൽകണ റഹ്മാനെ. നീ പൂർണ്ണ ആഫിയത്തും ദീർഘായുസ്സും നീ പ്രദാനം ചെയ്യണ റഹ്മാനെ. ദീനി ഖിദ്മയിലായിക്കൊണ്ട് ഇബാദത്തിലായിക്കൊണ്ട് ജീവിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മഈശത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. വീട്ടിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ. റഹ്മാനെ റബ്ബേ, ഞങ്ങളെ കുടുംബത്തിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നാട്ടിൽ മക്കളിൽ റഹ്മാനെ റബ്ബേ, ജോലികളിൽ ഇബാദത്തുകളിൽ, ഞങ്ങളെ ജോലികളും കച്ചവടങ്ങളിൽ മറ്റുള്ള ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യുന്നതിൽ ചെയ്യാൻ പോകുന്നതിൽ ഞങ്ങളെ തീരുമാനങ്ങളിൽ റഹ്മാനെ റബ്ബേ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇസ്സത്ത് നൽകണ റഹ്മാനെ. ഇസ്സത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ചൊരിച്ചുകൊണ്ട് റാഹത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ റഹ്മാനെ റബ്ബേ, നിന്റെ മഹത്തുക്കൾ വിട പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ശറഫാക്കപ്പെട്ട നമ്മുടെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ. ربنا عليك توكلنا وإليك أنبنا وإليك المصير. ربنا اغفر لنا وارحمنا ولوالدينا ولمشائخنا ولأساتذتنا ولجميع أمة سيدنا مصطفى محمد صلى الله عليه وسلم وقنا وإياهم شر ما قضيت. آمين برحمتك يا أرحم الراحمين. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇത് ഖത്മുൽ ഖുർആൻ്റെ ഓത്തും പാരായണം മാത്രമുള്ള ക്ലാസ്സാണ്. വിശദമായിട്ടുള്ള ക്ലാസ്സുകൾ ചാനലിലുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാൻ താല്പര്യമുള്ളവർ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്ത ഗ്രൂപ്പുകളുണ്ട്, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് താല്പര്യമുള്ളവർക്ക്, പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വന്ന് പോകണം എന്ന താല്പര്യമല്ല, നിന്ന് പഠിക്കണം എന്ന താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.